എടവനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഗവൺമെന്റ് UP സ്കൂളിൽ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് വിതരണം ചെയ്യുന്നതിന്റെ ഉദ്ഘാടനം എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സാജിദ് നിർവഹിച്ചു. This news brought to you by Kalpaga Weddings, North Parvur. എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് UP സ്കൂളിൽ നടപ്പിലാക്കുന്ന പ്രഭാത ഭക്ഷണം പരിപാടിയുടെ ഉദ്ഘാടനം നടന്നു. എറണാകുളം ജില്ലയിൽ പഞ്ചായത്തിന്റെ തനത് ഫണ്ട് ഉപയോഗിച്ച് പ്രഭാത ഭക്ഷണം നൽകുന്ന ഏക പഞ്ചായത്താണ് എടവനക്കാട് ഗ്രാമപഞ്ചായത്ത്. എടവനക്കാട് ഗവൺമെന്റ് UP സ്കൂളിൽ ആരംഭിച്ച പ്രഭാത ഭക്ഷണം പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KS സാജിദ് നിർവഹിച്ചു. അന്നദാനം, മഹാദാനം, സേവനം, സഹജീവനം തുടങ്ങിയ ആപ്തവാക്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിലെ പ്രൊജക്ട് പ്രഭാത ഭക്ഷണം പരിപാടി സമൂഹത്തിലെ നാനാ തുറകളിൽ അഭിനന്ദനങ്ങൾ നേടിയ പ്രൊജക്റ്റാണ്. പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് ഏറ്റവും അത്യാവശ്യമായ ഒന്നാണെന്നും പലപ്പോഴും പല കുട്ടികളും പല കാരണങ്ങളാലും ബ്രേക്ക്ഫാസ്റ്റ് ഉപേക്ഷിക്കാറുണ്ടെന്നും പ്രഭാത ഭക്ഷണം ഉപേക്ഷിക്കുന്നത് മൂലം കുട്ടികളിൽ ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ കാണപ്പെടാറുണ്ടെന്നും വൈസ് പ്രസിഡന്റ് മരിയ റോസ് അധ്യക്ഷ പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. ഒപ്പം പഞ്ചായത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം ഏറ്റെടുത്ത് നടത്തുന്നതിനുള്ള എല്ലാവിധ ആശംസകൾ അറിയിക്കുകയും ചെയ്തു. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് മികച്ച പ്രവർത്തനങ്ങൾ കൊണ്ട് ശ്രദ്ധേയമാണെന്നും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് പ്രഭാത ഭക്ഷണം പരിപാടിയെന്നും ഈ പ്രൊജക്ട് നടപ്പിലാക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭാത ഭക്ഷണം പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അറിയിച്ചു. പിന്നെ ചപ്പാത്തി ഇഷ്ടമുള്ളവരൊന്ന് കൈവയ്ക്കുക. ഇതൊക്കെയാണ് നമ്മൾ ഇവിടുന്ന് തരുന്നത്, കൈ താഴ്ത്തിക്കുക. അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് കേരളത്തിലെ തന്നെ ഒരു മികച്ച പഞ്ചായത്തായിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം. ഇന്നിപ്പോ ഈ പരിപാടി ഇവിടെ ആരംഭിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, 2026-27 വർഷം ഗ്രാമപഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് എറണാകുളം ജില്ലയില് ഏറ്റവും ആദ്യമായി ഈ പ്രഭാത ഭക്ഷണ പരിപാടി നടത്തുന്നത് എടവനക്കാട് പഞ്ചായത്തിലാണ്, ഈ ഗവൺമെന്റ് UP സ്കൂളിലാണ്. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PN തങ്കരാജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാരിത ബൈജു, എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ PP പ്രബിൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ JB ജൂണി, വാർഡ് മെമ്പർ ഷീല സുരേഷ്, PTA വൈസ് പ്രസിഡന്റ് സിജി പ്രശാന്ത് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, പഞ്ചായത്ത് സെക്രട്ടറി ചന്തു, അധ്യാപക രക്ഷകർത്താ പ്രതിനിധികൾ, മാതാപിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന അധ്യാപിക മേരിലീന പദ്ധതി വിശദീകരണം നടത്തി. അപ്പോൾ 2026 ഫെബ്രുവരിയിൽ എൻ്റെ പ്രോജക്റ്റ് ലിസ്റ്റുകളിലേക്ക് വന്നപ്പോൾ ഗവൺമെന്റ് UP സ്കൂളില് പ്രഭാത ഭക്ഷണം പരിപാടി എന്നൊരു ഹെഡ് കണ്ടു. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കന്നൊരു ആകുലതയാണ്, ദൈവമേ ഇനി ഇതും കൂടിയോ എന്നുള്ള ചിന്തയാണ് വന്നത്. പക്ഷെ അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ച് അതിന്റെ പ്രോജക്റ്റിന്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാക്കിയപ്പോൾ നല്ലതായിരിക്കും എന്നൊരു ആശ മനസ്സിൽ തോന്നി. അതേ തുടർന്ന് പിന്നെ എനിക്ക് തോന്നി ഈ കുട്ടികൾ ഇതൊക്കെ കഴിക്കുമോ, അല്ലെങ്കിൽ രാവിലെ ഈ ഭക്ഷണം മുഴുവൻ വേസ്റ്റ് ആയി പോകുമോ. പക്ഷെ പിന്നീട് ഓരോ കുട്ടികളുമായിട്ട് സംസാരിച്ചു തുടങ്ങിയപ്പോൾ അവരെല്ലാവരും ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലായി. പിന്നെ ഞാനത് പൂർണ്ണ മനസ്സോടെ ഏറ്റെടുത്തു. പഞ്ചായത്തിന്റെ എല്ലാ സഹകരണങ്ങളും നമ്മളോടൊപ്പം ഉണ്ട്. നമ്മുടെ മീറ്റിങ്ങിനും എല്ലാത്തിനും പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും ഇവിടെ ചേർന്നിരുന്നു. വൈപ്പിൻ ഉപജില്ലയിൽ സ്കൂൾ സോഷ്യൽ സർവീസ് സ്കീം പ്രവർത്തിക്കുന്ന ഏക വിദ്യാലയവുമായ എടവനക്കാട് ഗവൺമെന്റ് UP സ്കൂൾ സോഷ്യൽ സർവീസ് ലീഡർ താരക രാജു നന്ദി അർപ്പിച്ചു. രാവിലെ രാജാവിനെ പോലെ ആഹാരം കഴിക്കണം എന്ന് പറയാറുണ്ടെങ്കിലും ഞങ്ങളിൽ പലർക്കും പല സാഹചര്യങ്ങൾ കൊണ്ടും അതിന് സാധിക്കാറില്ല. ഇത് തിരിച്ചറിഞ്ഞ് സ്കൂൾ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പാക്കാൻ തീരുമാനമെടുത്ത എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജിദ് അവർക്ക് ഒപ്പം പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് ഭരണസമിതിക്കും ഞങ്ങളുടെ നന്ദി അറിയിക്കുകയാണ്. തുടർന്ന് രുചികരമായ ഇഡ്ഡലിയും സാമ്പാറും കുട്ടികൾക്കായി വിളമ്പി പ്രഭാത ഭക്ഷണത്തിന്റെ ഉദ്ഘാടനം നടന്നു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത എടവനക്കാട്.